ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കല്ലേ. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടി തേങ്ങയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കരിവേപ്പിലയും ഒരു 2 ഏലക്ക 2 ഗ്രാമ്പൂ കുറച്ച് കസകസ് അതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. നമുക്ക് വറുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ എല്ലാം ആദ്യമേ അടുത്ത് പിടിക്കും. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ സാധനവും ഒരുമിച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതൊന്ന് ഒരുവിധം മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടേ. 1 സ്പൂൺ മല്ലിപ്പൊടി മതി. ചിക്കൻ അധികം മല്ലിപ്പൊടി നല്ലതല്ല. നമുക്ക് ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് ചൂടായാൽ മാത്രം മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ തേങ്ങ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെ ഉള്ളി വഴറ്റാനിടാവേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഓരോരുത്തർക്ക് ആവശ്യമുള്ള കണക്കിനാണ് ഒഴിക്കേണ്ടത്. ഒരാൾ പറയുന്ന കണക്കിന് നമുക്ക് ഒരിക്കലും ശരിയാവത്തില്ല. ഞാനിവിടെ കൊച്ചുള്ളിയാണ് ചിക്കനെല്ലാം വെക്കുമ്പോൾ എടുക്കുന്ന. ഇത് കൊച്ചുള്ളി ചോപ്പ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത്. ഞാൻ എല്ലാത്തിലും കരിവേപ്പില ഇടുന്ന ആളാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. നമുക്കിതിൽ കൂടെ തന്നെ 4 ചെറിയ പച്ചമുളക് നെടുകയൊന്ന് മുറിച്ചതിന് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോഴേ ഉള്ളി പെട്ടെന്ന് മൂത്ത് വരുള്ളൂ. നമ്മൾ തേങ്ങ വറുത്തതിൽ മുളക് പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലേ ഉള്ളിക്കൊരു എരിവ് വരത്തുള്ളേ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വയ്ക്കാവേ. ഞാൻ ചിക്കൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴറ്റിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത്. ആ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാവേ. ഈ 1 കപ്പ് വെള്ളവും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കാവേ. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. കുറച്ച് മീറ്റ് മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അത് കുറച്ചിട്ടാൽ മതി. എല്ലാം നമ്മൾ ഗരം മസാല ഇട്ടതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര ചൊവ്വയായിരിക്കും. നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ഇതിനെ നമുക്കിതിൽ ഒരു ഉരുളൻകിഴങ്ങ് പീസായിട്ട് വെച്ചിരിക്കുന്നതിനെയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിനെയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നമുക്ക് അടച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിക്കാവേ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും ഉരുളൻകിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാവേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാക്കാവേ. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാകട്ടെ നല്ലതുപോലെ. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ തിളച്ച് കഴിയുമ്പം എല്ലാവരും അവരവർക്ക് പാകത്തിനുള്ള ഉപ്പുണ്ടോയെന്നെല്ലാം ഒന്ന് നോക്കണം. എനിക്കിവിടെ ഒരു ഇച്ചിരി ഉപ്പ് കുറവാണ്. ഞാനൊരു അല്പം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാവേ. ഇതിപ്പോൾ കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കണേ. പക്ഷേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചൊന്ന് തണുക്കുമ്പോഴേക്കും ഈ വെള്ളമെല്ലാം ആവശ്യത്തിന് കട്ടിയായിക്കോളും.